ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വീട്ടമ്മ ക്രിയേഷൻസ്. അപ്പൊ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം പറയാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് കണ്ടന്റോ കാര്യങ്ങളൊന്നും ഇല്ല, ജസ്റ്റ് ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും ഉണ്ടാവില്ല, ചെറിയൊരു വീഡിയോ എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നും ഇല്ലാത്ത വെറുതെ ഒരു വീഡിയോ അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ബട്ടൺ ഒന്ന് അമർത്തുക. എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ആയിട്ട് അറിയിക്കാവുന്നതാണ്. അങ്ങനെ കമന്റ് ആയിട്ട് ഇടാനുള്ള ആൾക്കാരൊന്നും കാണുന്നില്ല, കുറച്ച് ആൾക്കാരെ കാണുന്നുള്ളൂ. നമ്മള് കുറെയൊക്കെ ഗ്യാപ്പ് എടുത്തല്ലോ, അപ്പൊ അതുകൊണ്ട് എല്ലാവരും അവരവരുടെ വഴിക്ക് പോയിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഉള്ളവര് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ആയിട്ട് ഇടാൻ ശ്രദ്ധിക്കുക. ഇനി ഫേസ്ബുക്കിൽ കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യാം കേട്ടോ. അപ്പൊ അത്രേ ഉള്ളൂ, നമുക്ക് വീഡിയോയിലേക്ക് ഇറക്കാം. പിന്നെ ഇന്റർവ്യൂ പറയുമ്പോൾ നന്നായി ഒരുങ്ങി നിൽക്കണമെന്നും എനിക്ക് വലിയ താല്പര്യമില്ലാത്ത കാര്യമാണ്. താല്പര്യമില്ല വെച്ചാൽ പ്രത്യേകിച്ച് മടിയാണ്. അതിനുവേണ്ടി നല്ല ഡ്രസ്സ് ഇടണം, മുടി കെട്ടണം, അങ്ങനെ ഇങ്ങനെയൊക്കെ കുറെ പണികളുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാനായിട്ട് നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ എന്തായാലും നമ്മളെ വീഡിയോയിലേക്ക് കിടക്കുകയാണ്. കുഞ്ഞിന് മുന്നേറ്റം എഴുന്നേറ്റിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അവർ എഴുന്നേറ്റ് അവരെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും പിന്നെ അമ്മാമ്മ കുറച്ച് പായസം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടാളും കൂടിയിട്ട് ഒരു പാത്രത്തിൽ നിന്ന് തന്നെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് വളരെ അപൂർവമായി കാണുന്ന ഒരു കാഴ്ചയാണ്, ഒരു പാത്രത്തിൽ നിന്ന് കഴിക്കുന്നത്. അപ്പൊ നമ്മുടെ കാലത്തെ ചായ കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കൂട്ടാൻ വെക്കണം. കൂട്ടാൻ വെക്കാൻ ചാളയാണ് കിട്ടിയുള്ളത് കേട്ടോ. എന്ത് വിലയോ മീനിനൊക്കെ, ഭയങ്കര വില. ഇന്നലെ വീട്ടിലും ചാളിങ്ങായിരുന്നു. പിന്നെ ഉള്ളത് ചെമ്മീനാണ്. ചെമ്മീന് 1/4 കിലോന് 120 രൂപ. 1/4 കിലോന് ഇത്തിരി ഉണ്ടാവുള്ളൂ, ആകെ ഇത്ര ഉണ്ടാവുള്ളൂ. അത് നന്നാക്കി കഴിഞ്ഞ് വരുമ്പോൾ ഇത്തിരി. അപ്പൊ ഞാന് ചാള വാങ്ങിട്ടാ. ചാള നമുക്കിന്ന് മുളകിടാം. അപ്പൊ ഞാനിതൊന്ന് നന്നാക്കിയിട്ട് വരാം. സാധാരണ ഞാൻ മീൻ നന്നാക്കാറ് നിന്നിട്ടാണ് കേട്ടോ. അടുക്കളയിൽ സ്ലാബ് വെച്ചിട്ട് നിന്നിട്ടാണ് മീൻ നന്നാക്കാറ്. ഇപ്പോൾ കുറച്ചും കൂടി വിശാലമായിട്ട് ഇരുന്നിട്ട് നന്നാക്കാൻ തോന്നി. കുറച്ച് കാറ്റൊക്കെ കൊണ്ടിട്ട് അതാണ് പുറത്ത് വന്നിരുന്നിട്ട് മീൻ നന്നാക്കുന്നത്. കുറച്ച് നേരം കഴിഞ്ഞ് പിന്നെ കുഞ്ഞ് എൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് ആ മീൻ നന്നാക്കി നോക്കാൻ വേണ്ടിയിട്ട്. കുറേ പൂച്ചകളും ഉണ്ടായിരുന്നു. എന്ത് പൗഡർ ഇട്ടിട്ട് വെള്ളം ഒഴിക്കുക, എന്നിട്ട് ഈ പെയിന്റിന്ന് എടുക്കുക, എന്നിട്ട് ഇതിലാക്കുക, എന്നിട്ട് കുറച്ചേരം വേൽപ്പിക്കുക. അപ്പൊ ക്ലേ പോലെ ഇങ്ങനെ കയ്യിലിടുമ്പോ ക്ലേ പോലെ ആവോ? ആയില്ലെങ്കിലോ? വേസ്റ്റ് ആവല്ലേ? എൻ്റെ നല്ല പെട കിട്ടിയ വേസ്റ്റ് ആവല്ലേ? വേസ്റ്റ് ആവും, പൗഡറല്ലേ, കുഴപ്പമില്ല. വേസ്റ്റ് ആയിലേക്ക് കുഴപ്പമില്ല. പക്ഷേ ഇത് ആയില്ലെങ്കിൽ എന്റെ പാത്രം കഴുകി തരണ. അതൊക്കെ ഞാൻ ചെയ്തരാം. നല്ല അടിയും കിട്ടൂലായിരുന്നു. തൽക്കാലം അത് കൊണ്ടുവച്ചിട്ടേ ഇപ്പൊ കടയിൽ പോയിട്ട് വന്ന് പച്ചമുളക്, ഇഞ്ചി, വേപ്പില 3 വാങ്ങിച്ചിട്ട് വേറെ ഒന്നും വാങ്ങിയില്ല. ബാലൻസ് പൈസ ഉണ്ടെങ്കിൽ 1 ഉറുപ്പ്യ 2 ഉറുപ്പ്യ മിഠായി വാങ്ങിച്ചു. നീയും പൊക്കോ. നട്ടപ്പാറ വെയിലൊന്നും ആയിട്ടില്ല. ഇപ്പൊ ഇത് മുഴുവൻ കഴിഞ്ഞില്ല പെയിന്റ്. അത് വേസ്റ്റ് ആയില്ലേ ഇപ്പൊ? അത് കുഴപ്പമില്ല, അത് കുഴപ്പമില്ല, ഇടയ്ക്കിടയ്ക്ക് വാങ്ങാലോ. അല്ല, അത് ആവശ്യമില്ലാത്ത കളറായി. ആ കളറിന് എന്താ ആവശ്യമില്ല? അതൊക്കെ ഇഷ്ടല്ലേ. അതോടെ വെച്ച് കയ്യേക്ക് ഞാൻ പോയിട്ടു. ഇതിലെഴുതിണ്ട്, ഇത് കൊടുത്താ മതിയാ ചേട്ടന്. ഒരു സൈഡിൽ കൂടെ പോട്ടാ. കൊറേ പൈസ ഉണ്ടെങ്കിൽ വാങ്ങരുത് കേട്ടാ. ഉണ്ടെങ്കിലും 1 ഉറുപ്പ്യ 2 ഉറുപ്പ്യ മിഠായി വാങ്ങിയാ മതി. ചെല്ലി ഒരു സൈഡിൽ കൂടെ പോട്ടാ. കുഞ്ഞൻ പൊക്കടാ. കുഞ്ഞൻ ക്യാമറയുടെ അപ്പുറത്ത് നിക്കുന്നുണ്ട് കേട്ടാ. അങ്ങനെ കാണാണ്ട അതില്? ഈ സൈഡ് കാണാല്ലേ? ഏത് സൈഡ്? ഈ സൈഡാ കാണാത്ത? ഇപ്പൊ കാണാണ്ട? കുറച്ചും കൂടി മുഖം കാണാണ്ട? അമ്മയുടെ മുഖം കാണാണ്ട? അത് മതി അല്ലേ? പിന്നെ ഒരു കടയിൽ പോയിട്ടുണ്ട്. അവള് പോയിട്ട് വരുമ്പോ നമുക്ക് വറക്കാനുള്ള സംഭവം ചെയ്ത് വെക്കാം. കുഞ്ഞിന്റെ പോസ്റ്റാർ കറക്കുന്നുണ്ട് എന്ന് അവൻ പറയാൻ പറഞ്ഞു. കുട്ടികളുടെ ഡെപ്പോ സ്റ്റാർ കറക്കണം കേട്ടാ. ഞങ്ങൾ വളരെ വിജയകരമായി കുറെ കാലത്തെ പരിശ്രമത്തിനൊടുവിൽ പഠിച്ചിരിക്കുകയാണ്. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് കറക്കുന്നുണ്ട്. തിരിച്ചു കറക്കിയാലേ അതിന്റെ ഭംഗി കാണുള്ളൂടാ. നിർത്ത്, എന്നിട്ട് മറ്റേ ഭാഗം അപ്പുറത്തേക്ക് പിടിക്കേ. അത് മേലേക്ക് പിടിക്കേ. സ്റ്റോപ്പ് ചെയ്യുന്നില്ല, നീ കറക്കി തുടങ്ങിക്കോ. അത് അപ്പുറ സൈഡ് കറക്കി അതങ്ങനെ ഒരു ഇതായി. ഇനി നമ്മൾ എന്ത് ചെയ്യും? അല്ലയ്യ, ഇനിയിപ്പോ ജോസറിനോടെ കൊണ്ടുവരും. ഒറ്റയ്ക്ക് വന്നിട്ടില്ല. അതായോ രണ്ടാം കൂടി പോയിട്ട് വരുമോ?
അപ്പോൾ കുഞ്ഞാറ്റിന് എന്തായാലും കടയ്ക്ക് പറഞ്ഞയച്ചിട്ടുണ്ട്. പാറുവിൻ്റെ കൂടെ വണ്ടിയുമ്പോൾ പറഞ്ഞയച്ചു വിട്ടാ. ഒറ്റയ്ക്ക് പോകണ്ടല്ലോ വെച്ചിട്ട് വരുമ്പോൾ എന്തായാലും ഒറ്റയ്ക്ക് വരണം. അപ്പോൾ അവൾ വരുമ്പോഴേക്കും ഈ വറുക്കാനുള്ള മസാലയൊക്കെ നമുക്ക് പരത്തി വെക്കാം. അതിനുള്ള പൊടികളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. എനിക്കിങ്ങനെ ടീസ്പൂൺ കണക്കൊന്നും ഇല്ല കേട്ടോ. എനിക്കിങ്ങനെ ഒന്നിങ്ങനെ കണ്ടാൽ മനസ്സിലാവും എങ്ങനെയാണ് കണക്ക് എന്നുള്ളത്, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇത്ര മീനിന് ഇത്ര ടീസ്പൂൺ. അതുപോലെ തന്നെ ഉപ്പിനും ഞാൻ എൻ്റെ കൈ കൊണ്ടാണ് എപ്പോഴും ഇടാറ്. അതൊരു കണക്ക്. ചില വീഡിയോസിലൊക്കെ കണ്ടിട്ടില്ല ഇത്ര ടേബിൾ സ്പൂൺ ടീസ്പൂൺ എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊന്നും എനിക്കറിയാൻ പാടില്ല. ഞാൻ എൻ്റെ ഒരു രീതിയിൽ അങ്ങോട്ട് ഇടും. ചിലപ്പോൾ കുറയും, ചിലപ്പോൾ കൂടും. പിന്നെ ഞങ്ങൾ ചോറിൽ ഉപ്പിട്ട് കൂട്ടാറില്ല. അപ്പം അതുകൊണ്ട് ഇനിയിപ്പോൾ ഉപ്പ് കൂടുതലായാലും അതങ്ങനെ ബാലൻസ് ആയിക്കോളും. ഓക്കെ. നല്ല മണം. എനിക്ക് മണം ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ പ്രഗ്നൻസിയിൽ ഫസ്റ്റ് ടൈമിലൊന്നും എനിക്ക് മീൻ ഇറച്ചിയൊന്നും വേണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ കുറേശ്ശൊക്കെ തിന്നോട്ട് തുടങ്ങിയിട്ടുണ്ട്. എന്നാലും ഇറച്ചി വല്ലാണ്ട് അങ്ങോട്ട് താല്പര്യമില്ല. മീനും വലിയ താല്പര്യമൊന്നുമില്ല. എന്നാലും എനിക്കിഷ്ടമുള്ള മീനുകളുണ്ട്. അപ്പോൾ അതൊക്കെ തിന്നും. നമുക്കിനിത് കറിയൊക്കെ ആവണ വരെ ഇതോടെ ഇരുന്നോട്ടെ കേട്ടോ. കറി ആയതിനു ശേഷം വറക്കാം. അവിടെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചുവന്നുള്ളി കാണാം കേട്ടോ. ചുവന്നുള്ളി ഇവിടെ ഉണ്ടായിരുന്നു. ഇഞ്ചി പച്ചമുളകും വേപ്പിൻ്റെ ഇല്ലാത്ത. വേപ്പിൻ്റെ ഉണ്ട്, നമുക്ക് ഇതുമൊന്ന് പൊട്ടിക്കാം. പക്ഷെ അത് ഒരുമിച്ച് കിട്ടുമ്പോൾ അത് നല്ലതല്ല. അപ്പോൾ അവിടെ ഒരു ചുവന്നുള്ളി നന്നാക്കിക്കാം. കുഞ്ഞപ്പുറത്ത് നിന്നിട്ട് ടോർച്ചടിക്കും കിട്ടാ. ചീത്ത പറഞ്ഞ് ഇരുത്തിയെടുക്കുക. കടയിൽ അവളെ കൂടെ പോവാൻ പറഞ്ഞപ്പോൾ അവൻ കൂട്ടാക്കിയില്ല. ആറിൻ്റെ കൂടെ വണ്ടിയുമ്പോൾ പോകുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവനപ്പം കടയിൽ പോകണം. അപ്പോൾ തെറ്റിയിട്ട് പോയി കിടന്ന് കരയായിരുന്നു. ഇപ്പോൾ ഒരു ടോർച്ചും കൊണ്ട് വന്നിട്ട് എന്നെ ശല്യപ്പെടുത്താവേ. കുഞ്ഞാ രണ്ടാളും കൂടി വരുന്നുണ്ട് കേട്ടാ. അവൻ പോയിണ്ടായിരുന്നില്ല. അവനെ വഴിയിലേക്ക് പൂട്ടാൻ പോയതാണ്. കവറൊക്കെ തന്നാ നിക്സേട്ടെ? കവറൊക്കെ തന്നാ നിക്സേട്ടെ? ബാക്കി പൈസക്ക് ലേസ് വാങ്ങിയില്ലേ? ഇതാണോ നിന്നോട് മിഠായി വാങ്ങാൻ പറഞ്ഞിട്ട്? 20 രൂപ ബാക്കി. ഹലോ. അപ്പോൾ 20 ആടുന്നില്ല, ശരിക്കും 30 ആടുന്നു ബാക്കി അല്ലേ? 2 ലേസ് വാങ്ങി. അടുക്കള കൊണ്ടുവച്ച് പൈസ അടുക്കളയൊക്കെ എടുത്തില്ല, പൈസ റൂമിൽ കൊണ്ടുവയ്ക്കും. അങ്ങനെ നമുക്കിനി ചെയ്യേണ്ടത് കറിക്ക് ആവശ്യമായിട്ടുള്ള സംഭവങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്യണം. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കുറച്ച് ചുവന്നുള്ളി, കുറച്ച് വേപ്പിൻ്റെ ഇല, ഇതൊക്കെ കൂടി നമുക്ക് മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നന്നായി കുഴമ്പ് പോലെ ഞാൻ അരയ്ക്കാറില്ല കേട്ടോ. നമ്മൾ ചമ്മന്തിയൊക്കെ അരക്കില്ലേ, അതുപോലത്തെ ഒരു പാകത്തിനാണ് ഞാൻ എപ്പോഴും അരയ്ക്കാറ്. പിന്നെ നമ്മൾ ഗ്യാസൊക്കെ കത്തിച്ച് മൺചട്ടിയിൽ തന്നെയാണ് എപ്പോഴും മീൻ കൂട്ടാൻ വെക്കാറ്. പൊടികളൊക്കെ അരിയത്ത് കിട്ടുന്ന രീതിയിൽ തന്നെ വെച്ചു. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ അരച്ച് വെച്ച ആ സംഭവം അതിലേക്ക് അങ്ങോട്ട് ഇട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കുക, പച്ചമണം മാറുന്ന വരെ. എൻ്റെ ഫോൺ സ്റ്റാൻഡിൽ നിന്ന് വീണു പോയി. ഫോണിനൊന്നും സംഭവിച്ചിട്ടൊന്നുമില്ല, പൊട്ടലും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഫോൺ എടുത്തില്ല. നമ്മൾ ഈ പൊടികൾ ഇടുന്നതൊക്കെ കയ്യിൽ പിടിച്ചിട്ട് തന്നെ കാണിച്ചു വിട്ടാൽ സ്റ്റാൻഡ് വയ്ക്കാൻ കുറച്ച് ടെൻഷനായ പോലെ തോന്നി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ സ്റ്റാൻഡ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. നമ്മൾ കുടംപുളിയാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. കുടംപുളി വെള്ളത്തിൽ ചൂടാക്കിയിട്ടുണ്ടായിരുന്നു, അതങ്ങനെ അതിലൊഴിച്ചു. അങ്ങനെ കറി കുറച്ച് നേരം മൂടി വെച്ചു. പിന്നെ നമുക്ക് മീൻ വറുക്കാനുള്ള പണി നോക്കാം. അപ്പുറത്തെ അടുപ്പിൽ തന്നെ അത് ചെയ്തിട്ടുണ്ട്. ചട്ടി വെച്ചു, വേപ്പിൻ്റെ ഇല ഇട്ടു. പിന്നെ കുറേ മീൻ അങ്ങോട്ട് വെതറി. ഞാൻ തലയും കൂടി വറുക്കാൻ എടുക്കാറുണ്ട് കേട്ടോ. അത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കടിച്ച് തിന്നാനായിട്ട്. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ വെച്ച മീൻ, കൂട്ടാൻ വെക്കാനുള്ള മീൻ അതിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഇതാണ്. ഈ പാത്രങ്ങളൊക്കെ കഴുകി അടുക്കള അങ്ങോട്ട് വൃത്തിയാക്കുക. അതാണ് പ്രത്യേക ഒരു ചടങ്ങ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. മീനൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ ഉള്ളി കാച്ചുന്നില്ല, കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. വേറെ ഒന്നല്ല, ഉള്ളി കഴിഞ്ഞിരിക്കുകയായിരുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ കുറച്ച് പച്ച വെളിച്ചെണ്ണ മേലെ ഇങ്ങനെ തൂക്കി കൊടുത്തിട്ട് നമ്മൾ അടച്ചു വെച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ കൂട്ടാൻ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാളക്കറി റെഡി ആയിട്ടുണ്ട്. ഇനിയുള്ള പരിപാടി എന്ന് പറയുന്നത് മീൻ തിരിച്ചിടുക, മറിച്ചിടുക, പൊരിച്ചെടുക്കുക ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ അതും വൈകാതെ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മുടെ പാത്രം കഴുകൽ, മീൻ വറക്കൽ, മീൻ കൂട്ടാൻ വയ്ക്കൽ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുളിക്കണം. പിള്ളേർ ഓരോരുത്തരായിട്ട് കുളിക്കുന്നുണ്ട്.
അപ്പൊ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എനിക്കൊരു 3K അടിക്കണം എന്നുണ്ട്, മനസ്സിനൊരു ആഗ്രഹം ഉണ്ട്, അതങ്ങോട്ട് നീങ്ങുന്നില്ല. ഇനി കുറച്ചും കൂടി ഉള്ളൂ 3K അടിക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.